വാർത്തകളിലേക്ക് സ്വാഗതം. ലോഷൻ വിൽപ്പനയിലൂടെ കണ്ടെത്തിയ തുക മുഖ്യമന്ത്രിക്ക് കൈമാറി ഇരിങ്ങോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച 12,150 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് ഫണ്ട് കൈമാറി. പഠന പ്രവർത്തനങ്ങൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തുന്ന ഇരിങ്ങോൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും PTA-യുടെയും മാതൃകാ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റും മറ്റ് ക്ലബ്ബുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ ക്ലീനിംഗ് ലോഷൻ നിർമ്മിച്ച് വിൽപ്പന നടത്തിയ വകയിലും ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെയും പ്ലാസ്റ്റിക് ബോട്ടിൽ ചലഞ്ചിലൂടെ ലഭിച്ച തുകയും സുമനസുകളുടെ സംഭാവനകളും ചേർത്താണ് ഈ തുക കണ്ടെത്തിയത്. നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറും സ്റ്റാഫ് സെക്രട്ടറിയുമായ സമീർ സിദ്ദിഖിയും 7ാം ക്ലാസ് ലീഡറും സ്പോർട്സ് ക്ലബ് സെക്രട്ടറിയുമായ റൈഹാനും കരിയർ മാസ്റ്റർ അഖില ലക്ഷ്മിയും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് ഫണ്ട് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ RC ഷിമി, ഹെഡ് മിസ്ട്രസ് PS മിനി, JRC PTA പ്രസിഡന്റ് എൽദോസ് വീണമാലി, SMC ചെയർമാൻ അരുൺ പ്രശോഭ്, മദർ PTA പ്രസിഡന്റ് സരിത രവികുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തുക ശേഖരിച്ചത്. ടീം ന്യൂസ് 17.